നാട്ടുകാർക്ക് പേടീസ്വപ്നമാകുന്ന മൂർഖൻ പാമ്പുകളെ തെങ്ങാതിമാരാക്കി മാറ്റി ഒരു കുടുംബം കഴിയുന്നു. കടപ്പളാമറ്റത്തിനടുത്ത് കുന്നത്ത് ജോസിന്റെ വീടാണ് ഈ പ്രവർത്തനം കൊണ്ട് ഏറെ ശ്രദ്ധ നേടുന്നതും നാട്ടുകാർക്കേറെ ഉപകാരപ്രദമാകുന്നതും. കഴിഞ്ഞയാഴ്ച റോഡിൽ ഗതാഗതം മുടക്കിയ വെള്ളമൂർഖനെ പിടിച്ച് വനപാലകർക്ക് നൽകിയ ജോസ് കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിലിറങ്ങിയ 2 വെള്ളമൂർഖന്മാരിൽ ഒരെണ്ണത്തിനെ പിടിച്ചാണ് നാട്ടുകാർക്ക് സഹായകനായി എത്തിയത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും പാമ്പുകളെ കൊന്നിട്ടില്ലാത്ത ജോസിന്റെ ഭാഷയിൽ പാമ്പുകളെന്നും ഉറ്റ ചങ്ങാതികളാണെന്ന് ആവർത്തിക്കുകയാണ്. ജോസ് മാത്രമല്ല ഈ പാമ്പിനോടുള്ള ഈ പ്രേമം വെച്ചു പുലർത്തുന്നത്. ജോസിന്റെ മകൾ നേഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ജോസ്മി വീട്ടിലെ വളർത്തുമൃഗങ്ങളെ പോലെയാണ് മൂർഖൻ പാമ്പിനെ പരിചരിക്കുന്നത്. പാമ്പിനെ പാല് കൊടുത്തും ക്യാമറയിൽ പാമ്പിന്റെ ചിത്രം പകർത്തിയും ജോസ്മി പാമ്പുകളുമായുള്ള സൗഹൃദം പങ്കുവെക്കുകയാണ്. പല കൃഷിയിടങ്ങളിലും പേടീസ്വപ്നമായി മാറുന്ന പാമ്പുകളെ ജോസ് വീട്ടിലെത്തിക്കുമ്പോൾ ഇവയ്ക്ക് ഭക്ഷണവും വെള്ളവും നൽകി പരിചരിക്കുന്നത് ജോസിന്റെ ഭാര്യയും മക്കളുമാണെന്നുള്ള പ്രത്യേകതയുമുണ്ട്. കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിൽ നിന്നും നാട്ടുകാർക്ക് പേടി സ്വപ്നമായിരുന്ന പാമ്പിനെ ജോസ് വീട്ടിലെത്തിച്ചതിന് പിന്നാലെ ഒട്ടേറെ പേർ കാഴ്ചക്കാരായി എത്തുന്നുണ്ട്. അതിലുപരി മൊബൈലിലും ക്യാമറയിലും ജോസിന്റെയും മക്കളുടെയും പാമ്പിന്റെ പരിചരണം ചിത്രീകരിക്കുവാനും ഒട്ടേറെ യുവാക്കളടക്കം ഈ വീട്ടിൽ എത്തിച്ചേരുന്നുണ്ട്. ജോസിന്റെയും മകളുടെയും വാക്കുകൾ ഇങ്ങനെയാണ്. എങ്ങനെ പപ്പ പിടിച്ചോണ്ട് എന്റെ പാമ്പിനെയാണോ പിടിക്കുന്നത്? ആണോ? ഇവിടെ അയച്ചു വിട്ട് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. ആണോ? പാമ്പിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്നാ നമ്മൾ തീറ്റ കൊടുക്കണേ? നമ്മള് ഊരുള്ളത് മാത്രമേ കഴിക്കുള്ളൂ. ആണോ? പുറത്തെടുക്കുവോ അന്നേരം? ചിലപ്പോ ആദ്യം കൊണ്ടുവരുമ്പോ നമ്മൾ എടുക്കാറ്, കുറച്ച് കഴിഞ്ഞ് എടുക്കുള്ളൂ. ഭയങ്കര ഇതായിരിക്കും, ദേഷ്യായിരിക്കും. അതുകൊണ്ട് അപ്പൊ ഒന്നും എടുക്കാറ്. കുറച്ച് കഴിയുമ്പോ ഒന്ന് ശാന്തനാകുമ്പോ ശ്രമിക്കും. ആണോ? പേടിയൊന്നുമില്ലേ? എന്തിനാ പേടിക്കുന്നത്? ഇപ്പൊ എന്ത് ചെയ്യുക? ഞാൻ നഴ്സിംഗ് പഠിക്കും. എവിടെയാ? ഹൈദരാബാദ്. ജോസഫിന്റെ അവധിക്ക് വന്നാണോ? നല്ലൊരു പുതിയ കൂട്ടുകാരൻ വന്നല്ലേ? പാമ്പിനെ പിടിക്കാൻ പപ്പായെ സഹായിക്കാൻ തീരുമാനിച്ചല്ലേ? ആണോ? ആണോ?